നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. FCRA ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് 16 അവശ്യ സാധനങ്ങളടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് ഒരുക്കിയിരിക്കുന്നു. പട്ടിക്കാട് സ്ക്വാഡ് വർക്കുമായി മഹിളാ കോൺഗ്രസ്. ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വിജയം സുനിശ്ചിതം എന്ന് മഹിളാ കോൺഗ്രസ്. വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തി കലാമണ്ഡലം ഗോപിയാശാൻ. വാർത്തകൾ വിശദമായി നോക്കാം. FCRA ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. നിലവിലുള്ള FCRA നിയമത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടെന്നിരിക്കെ പുതിയ ഭേദഗതി ബിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ളതാണ്. വിശുദ്ധ വാരത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിവിധ ഡ്യൂട്ടികൾ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കും. ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ സഭാ സമൂഹം നിർബന്ധിതരാകുന്നു എന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിലെ, കേരളത്തിലെ, തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹത്തിന് ഈ ദിവസങ്ങളിൽ തോന്നുന്ന ചില ആശങ്കകളെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ കാണുന്നത്. ഈ ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ചു, ഞാൻ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ആശങ്കകളാണ്. പ്രത്യേകിച്ച് FCRAയുമായി ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ വന്നപ്പോൾ ഞാൻ CBCA പ്രസിഡന്റായിരുന്ന നിലയിൽ ഞാൻ ഡൽഹിയിലേക്ക് വിളിച്ചു വയ്ക്കുകയും അവർ അത് വിദഗ്ധരുമായി ആലോചിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന FCRA ബില്ല് അത് ക്രൈസ്തവർക്ക് ഒരുപാട് ആശങ്കകൾ വരുത്തുന്നതാണെന്നാണ് വിദഗ്ധരത് പഠിച്ചവർ പറഞ്ഞത്. പിന്നെ അത് CBCI തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ആശങ്ക മുൻ CBCI പ്രസിഡന്റ് എന്ന നിലയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിലും കേന്ദ്രത്തിലെ സാഹചര്യത്തിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് തന്നെയാണ് വന്നത്. ക്രൈസ്തവരുടെ വിശേഷ ദിവസങ്ങളാണ് വലിയ ആഴ്ച, പെസഹവ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ, ഈ ദിവസങ്ങളൊക്കെ. ആ ദിവസങ്ങളിൽ പരീക്ഷ ദിനങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ മതേതര രാഷ്ട്രത്തിലെ ഒരു ന്യൂനപക്ഷത്തോടുള്ള, ക്രൈസ്തവരോടുള്ള, ന്യൂനപക്ഷത്തോടുള്ള ഒരു തരത്തിൽ വേദനയും അവകാശം പറയാൻ പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് വളരെ വേദനയും. കാരണം അതിനിടയിൽ 27 ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 27 നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷ മാറ്റി വയ്ക്കണമെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞു. എന്നാ പരീക്ഷ നടത്താമെന്ന് അറിയില്ല. 28 ഒരു 24 മണിക്കൂർ കൊണ്ടുള്ളിൽ ഈ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പരീക്ഷ മാറ്റി എഴുതാം. എന്ന് വെച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈസ്റ്ററിന് തന്നെ അവർക്ക് പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ ഒന്നാമത്തെ ഈ ആശങ്ക, വലിയ ആഴ്ചയിൽ, പെസഹ ദിനത്തിൽ, ദുഃഖവെള്ളിയാഴ്ച, ഈസ്റ്റർ ദിനത്തിലൊക്കെ പല കുട്ടികൾക്കും പരീക്ഷ എഴുതേണ്ടി വരുന്നത് തീർച്ചയായിട്ടും വേദനാജനകമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദിനങ്ങളിൽ തന്നെ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ രണ്ടാം ഘട്ട ഉദ്യോഗസ്ഥരെ രണ്ടാം ഘട്ട പരിശീലനം ഈ ദിവസങ്ങളിലാണ്. ഇതൊക്കെ ഈ വിശേഷ ദിവസങ്ങളിൽ, ദുഃഖവെള്ളി, ഈസ്റ്റർ, പെസഹവ്യാഴം, ഈ ദിവസങ്ങളിൽ തന്നെ നടത്തുമ്പോൾ ക്രൈസ്തവരായ ഉദ്യോഗസ്ഥരുണ്ട്, അവർക്ക് പോകാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇതും രണ്ടാമത്തെ കാര്യത്തിൽ വേദനാജനകമാണ്. മൂന്നാമത്തെ കാര്യം ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പഠിച്ച് വിദഗ്ധരായിട്ടുള്ള വക്കീൽമാരെ തന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഇത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, ഇത് സന്നദ്ധ സംഘടനകൾക്കടക്കം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതും അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് ആനുപാതികമായി, വളരെ ചെറിയ ന്യൂനപക്ഷമായ ആനുപാതികമായ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നവർ
അതുകൊണ്ട് പണ്ട് കാലത്ത് ക്രൈസ്തവർക്ക് പലപ്പോഴും പുറത്തുനിന്ന് പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പുറത്തുനിന്ന് വന്ന ഇത് ഇന്ന് മുതലല്ല, വർഷങ്ങൾ നൂറ്റാണ്ടുകളായി തന്നെ പുറത്തുനിന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ക്രൈസ്തവർ കിട്ടുന്നതൊക്കെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി സ്കൂൾ തുടങ്ങാൻ, ചിലപ്പോഴൊക്കെ പള്ളി തുടങ്ങാൻ, അല്ലെങ്കിൽ അനാഥാലയങ്ങൾ തുടങ്ങാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറത്തുനിന്ന് സംഖ്യ കിട്ടിയിട്ടുമുണ്ട്. അത് ആ സംഖ്യ പുറത്തുനിന്ന് കിട്ടിയ സംഖ്യ മാത്രമല്ല, അതിൻ്റെ ഇരട്ടി, ഒരുപാട് ഇരട്ടി നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത അല്ലെങ്കിൽ പള്ളിയുടെ സ്വത്തുക്കൾ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അനാഥാലയങ്ങളും പള്ളികളും സ്കൂളുകളും ആതുര സേവന സ്ഥാനം ആശുപത്രികളൊക്കെ പണിതിട്ടുള്ളത്. അതിൽ കുറച്ച് പൈസ പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ FCRA, ഒരുപാട് പേരുടെ FCRA ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുടെ. അതിലൊരു നല്ല ശതമാനം ക്രൈസ്തവരുടെയാണ്. അപ്പോൾ പുതിയ നിയമം അനുസരിച്ച് FCRAയുടെ പെർമിഷൻ അത് റിന്യൂ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരാൾ അത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളൊക്കെ ആരാണ്? മിക്കവാറും അല്ല, ഒരു ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ, ചിലപ്പോൾ ഒരു കോമ ശരി, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും FCRA ക്യാൻസൽ ചെയ്യുന്നത് അല്ലെങ്കിൽ റിന്യൂ ചെയ്യാത്തത്. അങ്ങനെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ FCRA റിന്യൂ ചെയ്യാതിരിക്കുകയോ അത് ക്യാൻസൽ കൊടുക്കുന്നില്ലാണെന്നിട്ടാണ് മനസ്സിലാക്കുന്നത്. FCRAക്ക് കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം എല്ലാ മാസവും അതിൽ വരുന്ന ഇൻകത്തിൻ്റെയും ഇതിൻ്റെയും റിട്ടേൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺസിന് പുറമെ ആഭ്യന്തര മന്ത്രാലയത്തിന് എല്ലാ വർഷവും സെപ്പറേറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതുണ്ട്. അവരുടെ IBയുടെ എൻക്വയറികൾ റൊട്ടീനായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാധനം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നതാണ്. പക്ഷെ അതിൽ ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ റെഗുലേഷൻ ശരിക്കും വയലേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ഒരു റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റോട് കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂള് പണ്ടുണ്ടായിരുന്ന പലതും പിടിച്ചടക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം അതിലുണ്ടെന്നുള്ള രീതിയിലാണ്. അത് കുറച്ചും കൂടി ഒരു കാര്യം തന്നെ ഈ വിഷയം മതപരിവർത്തനമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനായിട്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഞങ്ങൾക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന വളരെ മനോഹരമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനും പ്രചരിപ്പിക്കാനും അധികം മനോഹരമായ ഭരണഘടനയുണ്ട്. എന്നാൽ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആ പുതിയ നിയമം ദുരുപയോഗിക്കപ്പെടുന്നുണ്ട്. നിർബന്ധിത മതപരിവർത്തനത്തിന് ഏറ്റവും എതിരുള്ള ഒരു ക്രൈസ്തവർ തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം പാടില്ല. നിങ്ങൾക്കറിയാം, നേരത്തെ ഇന്ത്യയിൽ 2.7% ക്രൈസ്തവരുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ച് 2.3%. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ ക്രൈസ്തവർ വളരെയേറെ കുറഞ്ഞു. അപ്പോൾ നിർബന്ധിത മതപരിവർത്തനമാണെങ്കിൽ, അല്ലെങ്കിൽ മതപരിവർത്തന നിരോധനത്തിന്റെ പേരിലാണെങ്കിൽ വളരെ പെട്ടെന്ന് വളരെ കൂടേണ്ടതല്ലേ? മതപരിവർത്തന നിരോധന നിയമം എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ്. പക്ഷെ അതേ സമയത്ത് ആരെങ്കിലും ബോധ്യപ്പെട്ട് മതത്തിൽ ചേരുകയാണെങ്കിൽ അതിപ്പോ എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇപ്പോൾ കോടതി വിധി വന്നു, കാരണം ക്രൈസ്തവർക്ക് ദളിതാകാൻ പാടില്ല, അങ്ങനെ ഒരു കോടതി വിധി വന്നു. അതൊരു ഈക്വൽ റൈറ്റ്സിനെതിരല്ലേ? ക്രൈസ്തവരും ദളിതരും ഉണ്ടായിക്കൂടെ? അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ ദളിതരായിട്ടുള്ളവരില്ലേ? പക്ഷെ ക്രിസ്ത്യാനി ആണെങ്കിൽ ദളിതന്റെ അവകാശമില്ല എന്ന് പറയുന്ന കോടതി വിധി അടക്കം കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് ഒരുക്കിയിരിക്കുന്നു. സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകളും പെട്രോൾ ബങ്കുകളും LPG ഔട്ട്ലെറ്റുകളും ഒഴികെയുള്ള വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താവിന് വിഷു കൈനീട്ടമായി 101 രൂപയുടെ കൂപ്പൺ ലഭിക്കും. ഈ കൂപ്പൺ ഏപ്രിൽ 16 മുതൽ മെയ് 30 വരെ സപ്ലൈകോയുടെ ഏതെങ്കിലും വിൽപ്പനശാലകളിൽ നിന്ന് 1000 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങിയാൽ റെഡീം ചെയ്യുന്നതാണ്. പട്ടിക്കാടിൽ സ്ക്വാഡ് വർക്കുമായി മഹിളാ കോൺഗ്രസ്. ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വിജയം സുനിശ്ചിതം എന്ന മഹിളാ കോൺഗ്രസ്. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി പാണഞ്ചേരിയിലെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് വർക്ക് നടത്തി.
പട്ടിക്കാടും തെക്കുംപാടം വാർഡിലുമാണ് മഹിളാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത്. KPCC അംഗവും മഹിളാ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ ലീലാമ്മ ടീച്ചറുടെ നേതൃത്വത്തിലാണ് പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. ഒല്ലൂർ ഇത്തവണ UDF പിടിച്ചെടുക്കുമെന്നും ഒല്ലൂർ UDFന്റെ മണ്ണാണെന്നും ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വിജയം സുനിശ്ചിതമാണെന്നും UDF പ്രചരണ പരിപാടികൾ ശക്തമാണെന്നും ലീലാമ്മ ടീച്ചർ പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, മിനി നിജോ എന്നീ കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ഡല സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഷാജി കോടങ്കണ്ടത്തിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒരു ഷോ വർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് വർക്കാണ് ഇവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ നിയമവഴികളിൽ കൂടി ഈ മണ്ഡലത്തിന്റെ, ഈ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് അദ്ദേഹം ചെയ്ത ആ നിയമവഴികൾ എന്ന പുസ്തകം ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർക്ക് കൈമാറിക്കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുക. പാലീക്കര മടവാക്കരയിൽ വീണ്ടും പാചകവാതകം ചോർന്നത് ആശങ്കയ്ക്ക് വഴിവെച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. ആമ്പല്ലൂർ മണലിക്ക് സമീപം മടവാക്കരയിൽ LPG പൈപ്പ് ലൈനിൽ ഉണ്ടായ ചോർച്ചയെ തുടർന്ന് അറ്റകുറ്റപ്പണിക്കിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ചോർച്ചയുണ്ടായത്. ദേശീയപാതയിലേക്ക് ഉൾപ്പെടെ പാചകവാതകം പരക്കുകയും രൂക്ഷ ദുർഗന്ധം അനുഭവപ്പെടുകയും ഉണ്ടായി. മടവാക്കര റോഡിലൂടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. മാർച്ച് 18-നാണ് കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾക്കിടെ ആദ്യം ചോർച്ചയുണ്ടായത്. വൻതോതിൽ പാചകവാതകം ചോർന്നതോടെ അധികൃതർ പൈപ്പ് ലൈനിലെ വാൽവ് അടച്ച് നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചോർച്ചയുണ്ടായ ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടയിലാണ് പൈപ്പിനുള്ളിൽ തങ്ങി നിന്നിരുന്ന വാതകം കഴിഞ്ഞ ദിവസം വീണ്ടും ചോർന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് മടവാക്കര റോഡ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിവരെ അടച്ചത്. പ്രദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൈപ്പിൽ തങ്ങി നിന്ന വാതകമാണ് പുറത്തേക്ക് വന്നതെന്നും തകരാർ പൂർണ്ണമായി പരിഹരിച്ചെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റാർസ് കോളേജിലെ 100ഓളം അർഹരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ സ്കോളർഷിപ്പ് നൽകുന്നു. കോളേജിലെ വിവിധ വകുപ്പ് തലവന്മാർ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് സ്റ്റാർസ് പ്രസിഡന്റ് CA ഫ്രാൻസിസ്, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ട്രഷറർ അജി CV എന്നിവർ ചേർന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ മാർട്ടിൻ കൊളംബരത്തിന് ചെക്ക് കൈമാറി. പഠനത്തിലും പാഠ്യേതര രംഗത്തും മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വർഷം തോറും നൽകുന്ന ക്യാഷ് അവാർഡുകൾക്കായി 50 ലക്ഷം രൂപയുടെ എൻഡോമെന്റുകളും സ്റ്റാർസ് നേരത്തെ സ്ഥാപിച്ചു. ജില്ലയിലെ എയ്ഡഡ് കലാ അധ്യാപക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രകലാ പ്രദർശനം സംഘടിപ്പിച്ചു. കേരള അധ്യാപക കലാചരിത്രത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുന്ന കലാധ്യാപകരുടെ കൂട്ടായ്മയാണ് PSSTU. വിദ്യാലയങ്ങളിലെ കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എയ്ഡഡ് അധ്യാപക സമൂഹം കലാ അധ്യാപകരുടെ നീറുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പുത്തൻ വിദ്യാർത്ഥി സമൂഹത്തിൽ ശ്രേഷ്ഠമായ കലാപഠന വിത്തുകൾ വളർത്തി പരിപാലിച്ചു പോരുന്നു. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കലാ അധ്യാപകർക്കുള്ള ആദരവായി ഈ ചിത്രപ്രദർശനം. മാർച്ച് 28 മുതൽ 31 വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനത്തിൽ ജീവിതാനുഭവങ്ങൾ, വ്യക്തിയും സമൂഹവും, സമകാലിക വർത്തമാന കാഴ്ചകൾ, യുദ്ധക്കെടുതികൾ, ചുമർ ചിത്രങ്ങൾ, നിരന്തര കലാപ്രവർത്തനങ്ങൾ, ഉൾക്കാഴ്ചകൾ, പ്രകൃതി വർണ്ണങ്ങൾ, പ്രതീക്ഷകൾ, ജലഛായ ചിത്രങ്ങൾ, പ്രതീകങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന 70ഓളം കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി. തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തു വരുന്ന 15ഓളം കലാ അധ്യാപകരാണ് പങ്കെടുത്തത്. ഫ്യൂഷൻ മ്യൂസിക്കും അധ്യാപകർ അവതരിപ്പിച്ചു.
ആറാട്ടുപുഴ പൂരം 10,40,00,000 രൂപയ്ക്കാണ് ഇൻഷൂർ ചെയ്തത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആറാട്ടുപുഴ പൂരം 10,40,00,000 രൂപയ്ക്കാണ് ഇൻഷൂർ ചെയ്തത്. മാർച്ച് 20 മുതൽ ഏപ്രിൽ 2 വരെയുള്ള 14 ദിവസത്തേക്കാണ് 24 പങ്കാളി ക്ഷേത്രങ്ങൾക്കും പൂരവുമായി ബന്ധപ്പെട്ട് പരിരക്ഷ ഉറപ്പാക്കാൻ ഇൻഷൂർ ചെയ്തത്. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി പുറപ്പാട് മുതൽ വിവിധ ക്ഷേത്രങ്ങളിലെ അത്തം കൊടിക്കുത്ത് നടക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ പൂരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കാണ് പരിരക്ഷ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ തൃശൂർ മെയിൻ ബ്രാഞ്ചാണ് പൂരം ഇൻഷൂർ ചെയ്തത്. ക്രൈസ്തവരുടെ വിശുദ്ധ ദിനങ്ങൾ പ്രവൃത്തി ദിനങ്ങളാക്കുന്നതിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശങ്ക പ്രകടിപ്പിച്ചു. ക്രൈസ്തവരുടെ വിശുദ്ധ ദിവസങ്ങളായ പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ശനി, ഈസ്റ്റർ ദിവസമായ ഞായർ എന്നീ ദിവസങ്ങളിൽ പരീക്ഷകൾ നടത്തുന്നതും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ഹോം വോട്ടിംഗും ക്രിസ്തുമത വിശ്വാസികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതും വോട്ടിംഗ് മെഷീൻ കമ്മീഷനിംഗ് നടത്തുന്നതും ക്രൈസ്തവരോട് നടത്തുന്ന അവഹേളനവും വെല്ലുവിളിയുമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നവർക്ക് മറ്റൊരു ദിവസം പരീക്ഷ എഴുതാൻ അവസരം നൽകും എന്നത് വിശ്വാസയോഗ്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. കൊടുങ്ങല്ലൂർ കാവു തീണ്ടലിനിടെ
അനുമതിയില്ലാതെ ഡോക്യുമെന്ററി ചിത്രീകരിക്കുകയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അശ്വതി കാവുതീണ്ടൽ ദിവസത്തെ തിരക്കിനിടയിൽ ഡോക്യുമെന്ററി ചിത്രീകരിച്ചതിന് എടുത്ത കേസിൽ നെടുമങ്ങാട് സജിൻ ബാബു, പോലീസ് ഓഫീസറുടെ വേഷമിട്ട ജിജോ, കോമര വേഷമിട്ട ശരത് കുമാർ എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടി. UDF സ്ഥാനാർത്ഥി തൃശൂരിന്റെ വികസന നായകൻ രാജൻ ജെ പല്ലനെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വെസ്റ്റ് മണ്ഡലം മഹിളാ കോൺഗ്രസ് പടിഞ്ഞാറേക്കോട്ടയിൽ അഭ്യർത്ഥനയുമായി മുന്നോട്ട്. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ലീന പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ഗീത ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷീല രാജൻ, വൈസ് പ്രസിഡന്റ് ബിന്ദു കുമാരൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബിന്ദു ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ലിസി മേരി, അമല, സഫിയ ജമാൽ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. മറന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ നമ്മളുടെ ഒരു പോരായ്മ കൊണ്ട് നമ്മളുടെ വോട്ടുകളെ നമ്മുടെ വീട്ടിലെയും നമ്മുടെ മണ്ഡലത്തിലെയും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ട് രാജമ്പള്ളി MLA ആയിട്ടും അവിടുത്തെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കണം. അങ്ങനെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. എല്ലാ കടകളും എല്ലാ വീടുകളിലും നമ്മളുടെ ആവശ്യങ്ങൾ പറയണം. അതിന് പൈസ ഗ്യാരണ്ടിയിട്ട് നമ്മളുടെ വിദ്യാർത്ഥിനികൾക്കൊക്കെ 1000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള പഠിപ്പിന് കിട്ടും. പിന്നെ നമ്മുടെ അഭ്യസ്തവിതരായ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വശങ്ങൾ എന്തായാലും നമ്മുടെ മക്കളൊക്കെ ഇവിടെ ജോലി എടുത്ത് കഴിഞ്ഞല്ലോ. എന്തായാലും എല്ലാവരും പുറത്തേക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മക്കളുള്ള ആൺമക്കളുള്ള വീട്ടുകാരും പെൺമക്കളുള്ള വീട്ടുകാരും അമ്മയച്ഛനും തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അറിവ് വരും. പിന്നെ 25 ലക്ഷം രൂപ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഉപകാരപ്രദമാവും. എല്ലാ വീട്ടിലും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള സമയത്ത് ഈ ഒരു ഗ്യാരണ്ടി നമ്മൾ പ്രയോജനപ്രദമാവാനായിട്ട് നമ്മളുടെ അധികാരത്തിൽ വന്നിട്ട് UDF ഗവൺമെൻറ് വന്നേ അതിന് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും അയ്യോ മറന്നുകൊണ്ട് പ്രവർത്തിക്കാം. അതിനെല്ലാവരും സജ്ജമായിട്ടുണ്ട്. ഈ ഒരു ജാഥയ്ക്ക് വളരെയധികം ആശംസകൾ അറിയിച്ചുകൊണ്ട് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തി കലാമണ്ഡലം ഗോപിയാശാൻ. മുതിർന്നവർക്കുള്ള ഹോം വോട്ടിംഗ് സൗകര്യം പ്രയോഗിച്ചു. പോളിംഗ് ഉദ്യോഗസ്ഥർ 12 മണിയോടെ വീട്ടിലെത്തി നടപടികൾ പൂർത്തിയാക്കി. ഇതിന്റെ നീളത്തിൽ വേണോ മടക്കിയിട്ട് വേണോ? അങ്ങനെ മടക്കിയാൽ മതി. അങ്ങനെ മടക്കിയാൽ മതി. ആവേശമായി രാജൻ ജെ പല്ലന്റെ തൃശൂർ ഈസ്റ്റ് മണ്ഡലം വാഹന പ്രചരണ യാത്ര. കോട്ടപ്പുറം ശിവക്ഷേത്ര പരിസരത്ത് ആവേശകരമായ തുടക്കം കുറിച്ചു. UDF തൃശൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TV ചന്ദ്രമോഹൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. DCC ഭാരവാഹികളായ ശിവരാമകൃഷ്ണൻ, സജി പോൾ, K രാമനാഥൻ, സുബി ബാബു എന്നിവരും സന്നിഹിതരായി. കോർപ്പറേഷൻ കൌൺസിലർമാരായ ജോയ് ബാസ്റ്റ്യൻ, അഞ്ജലി രാഗേഷ് എന്നിവരുൾപ്പെടെ നിരവധി പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും അഭിവാദ്യമർപ്പിച്ചു. വികസന മുരടിപ്പിനെതിരെയും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയും പര്യടനം വരും ദിവസങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ തുടരുമെന്ന് UDF നേതൃത്വം അറിയിച്ചു. വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, തൃശൂർ നിയോജക മണ്ഡലത്തിൽ 10,000-കണക്കിന് വീടുകളുണ്ട്. സമയക്കുറവുണ്ട്. ഈ സാഹചര്യത്തിൽ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാക്കുന്നത് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഈ മേഖലയിലുള്ള ചെറുതും വലുതുമായ വഴികളിലൂടെ വാഹനത്തിൽ വന്ന് നിങ്ങളെ കണ്ട് നിങ്ങൾ അനുഗ്രഹം വാങ്ങി വോട്ട് അഭ്യർത്ഥിക്കാനായി ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരിടവേള.
3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക് വീണ്ടും. കല്ലിടുക്കിൽ അടിപ്പാത യാഥാർത്ഥ്യമായി. മാത്രമല്ല, സംസ്ഥാനത്തെ അതിവേഗ 6-വരിപ്പാതയിൽ മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെ. കല്ലിടുക്ക് ഉൾപ്പെടെ വിവിധ ജംഗ്ഷനുകളിൽ മുല്ലക്കര, മുടിക്കോട്, താണിപ്പാടം, വഴുക്കുംപാറ, ചുവന്നമണ്ണ്, കൊമ്പഴ, പന്തല്ലാംപാടം, വാണിയംപാറ ജംഗ്ഷനുകളിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഇടമുറിയുവാൻ 10 വർഷം മുന്നേ നേർക്കാഴ്ചയുടെ പ്രവർത്തകൻ PB സതീഷ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഹർജി നൽകി. അടിപ്പാത നിർമ്മിക്കാൻ അനുകൂല ഉത്തരവ് നേടി. അത് കല്ലിടുക്ക് അനുബന്ധ സ്ഥലങ്ങളിൽ അടിപ്പാത നിർമ്മാണത്തിന് പ്രധാന ഘടകമായി. കറുകുറ്റി മുതൽ മണ്ണുത്തി വരെയുള്ള ജംഗ്ഷനിലും മറ്റൊരു ഹർജിയിൽ അടിപ്പാത നിർമ്മിക്കുന്നത് ആവശ്യപ്പെട്ട് 710 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട രേഖ, തെളിവ് രേഖയടക്കം സമർപ്പിച്ച ഹർജിയിൽ കമ്മീഷൻ ഉത്തരവും റോഡ് അപകട എൻക്വയറി കമ്മീഷൻ ഉത്തരവും അടിപ്പാതകൾ നിർമ്മിക്കാൻ അനുകൂല ഉത്തരവും നേടി. കറുകുറ്റി മുതൽ മണ്ണുത്തി വരെ സർക്കാർ ഇപ്പോൾ അടിപ്പാത നിർമ്മിച്ചു വരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള പ്രധാന ഘടകമാണിത്. ഈ ഉത്തരവുകൾ അപകട മരണ വിവരങ്ങൾ കല്ലിടുക്ക് ജനകീയ സമിതി ഹൈക്കോടതിയിൽ ഹർജിയോടൊപ്പം വിവരങ്ങൾ ചേർത്ത് അതിവേഗ പാത ഇടമുറിയുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ 2 ഹർജികൾ നൽകിയതോടെ അടിപ്പാത നിർമ്മാണം യാഥാർത്ഥ്യമായി. അടിപ്പാത മേൽ റോഡിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ഓട്ടോ തൊഴിലാളികളുടെ വിശേഷങ്ങൾ കേട്ടും ചോദിച്ചുമറിഞ്ഞ് NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. തൃശൂരിൽ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിന്റെ വിജയത്തിനായി പ്രചരണ റാലി നടത്തി. പാലസ് റോഡിൽ നിന്നും ആരംഭിച്ച റാലി പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോയിൽ തുടർന്നവർ യാത്ര ചെയ്തു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. 150ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പങ്കെടുത്തു. നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ യാത്ര ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹാരി, ദിനേശ് കുമാർ കരിപ്പേരിൽ, രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, പ്രിന്റു മഹാദേവ് എന്നിവർ നേതൃത്വം നൽകി. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിച്ചവർക്ക് മാർച്ച് 31 മുതൽ ഏപ്രിൽ 6 വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അതത് നിയോജക മണ്ഡലങ്ങളിലെ പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. വോട്ടർമാർ അതത് റിട്ടേണിംഗ് ഓഫീസർമാരെ വിളിച്ച് പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കേണ്ടതാണ്. പീച്ചി തെക്കേക്കുളം ആലക്കപ്പറമ്പിൽ കുഞ്ഞുവറീത് മകൻ വർഗീസ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. ആലിസാണ് ഭാര്യ. പരേതനായ വിപിൻ എന്നിവർ മക്കളാണ്. റിനി മരുമകളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ പീച്ചി ലൂർദ് മാതാ പള്ളി സെമിത്തേരിയിൽ. UDF സ്ഥാനാർത്ഥി ഷാജി വക്കീലിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പാണഞ്ചേരിയിൽ ഉജ്ജ്വല സ്വീകരണം. ഒല്ലൂർ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന പര്യടനത്തിന് പാണഞ്ചേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി.
മുടിക്കോട് ചാത്തംകുളത്ത് വച്ച് ഒല്ലൂർ UDF കൺവീനർ KR ഗിരിജൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിനു KV അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ലീലാമ ടീച്ചർ, KC അഭിലാഷ്, KN വിജയകുമാർ, ഭാസ്കരൻ ആദംകാവിൽ, മീനു ടീച്ചർ, KP ചാക്കോച്ചൻ, ഷിബു പോൾ, KP എൽദോസ്, ഷിജോ P ചാക്കോ, ഏലിയാസ് പാണ്ഡ്യൻകട്ടയിൽ എന്നിവർ പങ്കെടുത്തു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 30 കേന്ദ്രങ്ങളിലാണ് പര്യടനം സ്വീകരണം ഏറ്റുവാങ്ങിയത്. ഏപ്രിൽ 4-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിജയത്താകണം ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം വളരെ കൃത്യതയോടുകൂടി അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ അല്ലാത്ത താക്കോൽ സ്ഥാനങ്ങൾ ഇല്ലാതെ തന്നെ നിയമവഴിയിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ കോടതി മുഖാന്തരം നിറവേറ്റി കൊടുത്ത പ്രമുഖനായ നമ്മുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടതി. നിരവധിയായ സമരങ്ങൾ ഓരോന്നായി നിലനിർത്തി പറയുന്നില്ല. ടോൾ പാസിയുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളുമായി ബന്ധപ്പെട്ടും നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ അധികാര സ്ഥാനങ്ങളില്ലാതെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി. സതീശൻ മണ്ഡലം കോൺഗ്രസ് ബഹുമാന്യായ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, KPCC മെമ്പർ ലീലാമ ടീച്ചർ, പ്രിയങ്കരനായ ബാബു തോമസ്, തരംഗം വയ്ക്കാനായി സർക്കാർ ചെയ്തത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഒരു വ്യക്തികൾക്ക് പോലും ജോലി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, ഇവിടെ ബനാന ഹണി പാർക്ക് കർഷകർക്ക് സഹായമായിട്ട് കൊണ്ടുവന്ന 35 കോടി രൂപ ചെലവാക്കിയ ബനാന ഹണി പാർക്കിന്റെ അവസ്ഥ എന്താ? ഒരു ചിപ്സ് പാക്കറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഫിഷറീസ് ഹാച്ചറി നമ്മുടെ തുഞ്ചിയിൽ നിന്ന് മറിച്ചാൽ മാത്രമേ പങ്കെടുക്കുന്ന കൂട്ടുകെട്ട് സംഭരണ കേന്ദ്രമാണ്. ഇനി പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യവസായങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഒരു കാര്യം ടൂറിസമാണ്. ആ ടൂറിസത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചിടാതെ ഉറപ്പകത്ത് ചുഴലിക്കാറ്റിനെയും മുഴക്കാൻ വെള്ളത്തൂർ കാരണമെല്ലാം ഒരു അടിസ്ഥാന വികസനവും ഉണ്ടായിട്ടില്ല 10 വർഷത്തോളം. അധികാരത്തിൽ ഘട്ടം അമർത്തി കാലഘട്ടത്തിന്റെ കടമകൾ നിറവേറ്റണമേ എന്ന് നല്ലവരിൽ നല്ലവരായ ഉത്ബദ്ധരിൽ പ്രബുദ്ധരായ മാന്യ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ പ്രിയങ്കരനായ സാരഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിൽ ഈ വാഹനത്തിന്റെ തൊട്ടുപുറകിലായി അധിപതി കൂടുതലും കൂടപ്പിറപ്പുകളെയും കൂടെ നിൽക്കുന്നവരുടെയും ശ്രീ ഷാജി കോടങ്കണ്ടം ഇവിടെ എത്തിച്ചേർന്നു. പ്രസവകൊണ്ട് നമ്മൾ ഒരു കളിക്കളത്തിൽ പന്ത് തട്ടി വോട്ട് ചോദിച്ച് ഷാജി വക്കീൽ. ടർഫ് കോർട്ടിൽ വെറ്ററൻസിനോടൊപ്പം ഫുട്ബോൾ തട്ടി UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് രാവിലെ 6 മണിക്ക് ആൽപ്പാറ പൈപ്പ് ലൈനിലുള്ള ടർഫിൽ സ്ഥാനാർത്ഥിയെത്തി വെറ്ററൻസിനോടൊപ്പം ഒരു റൗണ്ട് കളി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഗ്രൗണ്ട് വിട്ടത്. ജോബി പറപ്പുള്ളി, പാണംകുടി റെജി, കലാഭവൻ സതീഷ്, റെജി വി മാത്യു, ബിജു ഇടപ്പാറ, മറ്റു കായിക താരങ്ങൾ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം പന്ത് തട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. FCRA ഭേദഗതി ചെയ്യാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ക്രൈസ്തവ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് 16 അവശ്യ സാധനങ്ങളടങ്ങിയ വിഷുക്കണി പ്രത്യേക കിറ്റ് ഒരുക്കിയിരിക്കുന്നു. പട്ടിക്കാട് സ്ക്വാഡ് വർക്കുമായി മഹിളാ കോൺഗ്രസ്. ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ വിജയം സുനിശ്ചിതം എന്ന് മഹിളാ കോൺഗ്രസ്. വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തി കലാമണ്ഡലം ഗോപിയാശാൻ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.